നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 30 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 മണിക്ക് തുടങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ജനവിധി LDF-നും UDF-നും BJP-ക്കും ഒരുപോലെ നിർണായകമാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, 10 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. മുന്നണികൾ പ്രതീക്ഷയിലാണോ? ഒപ്പം തന്നെ എത്ര മണിയോടെ ആദ്യ ഫലസൂചനകൾ അറിയാൻ കഴിയും? 12 ജില്ലകളിലെ 30 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്നലെയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തൊട്ടാകെ നടന്ന ഈ 30 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 80.12% പോളിംഗ് രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രതീക്ഷയിലാണ്. പല സ്ഥലങ്ങളിലും സംസ്ഥാന നേതാക്കൾ അടക്കം രംഗത്തിറങ്ങിയായിരുന്നു പ്രചരണം കൊഴുപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ സ്ഥലം MLA-മാരടക്കം പങ്കെടുത്ത റോഡ് ഷോകൾ വരെ ചില സ്ഥലത്തെങ്കിലും ഉണ്ടായി. ഈ 30 വാർഡുകളിൽ നിലവിലെ കക്ഷിനില ഇങ്ങനെയാണ്. LDF-ന് 17, UDF-ന് 11, സ്വതന്ത്ര 2 എന്നിങ്ങനെയാണ് കക്ഷിനില. LDF-ന്റെ ഈ മേൽക്കൈ നിലനിർത്താനാകുമോ എന്നതാവും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഏറെ നിർണായകം. 10 മണി മുതലാണ് വോട്ടെണ്ണൽ. ഏതാണ്ട് 10:30യോടുകൂടി തിരുവനന്തപുരത്തടക്കമുള്ള നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാം. മറ്റ് 12 ജില്ലകളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലവും ഏതാണ്ട് 11:30-12 മണിയോടുകൂടി തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വെളിപ്പാടകലെ നിൽക്കുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താകും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ LDF-ന് വലിയ മേൽക്കൈ ലഭിച്ചിരുന്നു. ആ മേൽക്കൈ നിലനിർത്താനാകുമോ എന്നതാവും നിർണായകം. പ്രാദേശിക വിഷയങ്ങളാണ് ചർച്ചയായത് എങ്കിൽ കൂടിയും ഈ കാലയളവിൽ, അതായത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ വോട്ടെടുപ്പ് വരെയുള്ള കാലയളവിൽ ശബരിമല യുവതീ പ്രവേശനം മുതൽ നിരവധി വിഷയങ്ങൾ വലിയ ചർച്ചയായിരുന്നു. ഇതെല്ലാം തന്നെ വോട്ടെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഒഞ്ചിയം അടക്കമുള്ള പ്രദേശങ്ങളിൽ CPM-ന് അഭിമാന പോരാട്ടമാണ്. അതോടൊപ്പം തന്നെ മലപ്പുറം തിരൂരിൽ UDF-നും വിജയിക്കേണ്ടത് ഏറെ അനിവാര്യമാണ്. ഏതായാലും ഫലം 12 മണിയോടുകൂടി അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ, തിരുവനന്തപുരത്ത് നിന്നും വിനീത VG കൂടി ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് വിനീത കൂടി ചേരുന്നുണ്ട്. വിനീത, കൊച്ചിയിലെ പോളിംഗ് എത്രത്തോളമായിരുന്നു? 10 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. വിശദാംശങ്ങൾ. 10 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഏതാണ്ട് 10:30-11 മണിയോടുകൂടി തന്നെ ആരൊക്കെയാണ് വിജയികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എറണാകുളം ജില്ലയിൽ 4 സ്ഥലങ്ങളിലേക്കായാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കൊച്ചി കോർപ്പറേഷൻ വൈറ്റില ജനത 52-ാം ഡിവിഷനിലേക്കും, കുന്നുകര പഞ്ചായത്തിലെ ഈസ്റ്റ് വാർഡ്, കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുറി വാർഡ്, ഒക്കൽ പഞ്ചായത്തിലെ ചേലമറ്റം എന്നീ വാർഡുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തത്. മികച്ച പോളിംഗ് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ ജനതാ വൈറ്റില 52-ാം ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. ഇവിടെ ഇപ്പോൾ നിലവിൽ LDF-ന്റെ ഭരണമാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ 2 ഗ്രാമപഞ്ചായത്തുകളിൽ UDF-ഉം 1 ഗ്രാമപഞ്ചായത്തുകളിൽ സ്വതന്ത്രനുമാണ് ഇപ്പോൾ നിലവിൽ ഭരണം നടത്തുന്നത്. ഒരുപക്ഷെ ഇതിലേതെങ്കിലും തരത്തിലൊരു മാറ്റം വന്നേക്കാമോ എന്ന് തന്നെ, അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് തന്നെ നമുക്ക് ഏതാണ്ട് 10 മണിയോടുകൂടി അറിയാൻ കഴിയും. കോട്ടയം നോക്കുകയാണെങ്കിൽ കോട്ടയം നീണ്ടൂർ കൈപ്പുഴ പോസ്റ്റ് ഓഫീസ് വാർഡിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ LDF-നെ പ്രതിനിധീകരിച്ച CPI സ്ഥാനാർത്ഥിയും UDF-നെ പ്രതിനിധീകരിച്ച കോൺഗ്രസ് MLA സ്ഥാനാർത്ഥിയും ജനവിധി തേടിയപ്പോൾ BJP-യും ഒരു സ്വതന്ത്ര മത്സരരംഗത്ത് ഉണ്ടായിരുന്നു, ജനവിധി തേടി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഭരണമാറ്റം ഉണ്ടാകാൻ ഇടയില്ലാത്ത ഒരു വാർഡ് തന്നെയാണ് ഇതെന്ന് പറയാം. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നതും രാഷ്ട്രീയ നേതാക്കളടക്കം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നതും ഒരുപക്ഷെ ഒഞ്ചിയത്തെ തെരഞ്ഞെടുപ്പ് വിധി തന്നെയായിരിക്കും. 17 വാർഡുകളുള്ള ഒഞ്ചിയത്ത് നിലവിൽ 3 വാർഡുകളിൽ UDF-ന്റെ പിന്തുണയോടുകൂടി RMP-യാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക് താന്ത്രിക് ജനതാൾ ഉൾപ്പെടെ 8 അംഗങ്ങളാണ് ഇവിടെ LDF-നുള്ളത്. ഒഞ്ചിയത്തിന്റെ ചരിത്രമുറങ്ങുന്ന 5-ാം വാർഡിൽ ഒരു പക്ഷേ CPM-ന് വിജയിക്കാൻ കഴിയുമെങ്കിൽ ഈ വാർഡിലെ ഭരണം CPM-ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുകയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ
ഉറ്റുനോക്കുകയും ചെയ്യുന്നത് ഒഞ്ചിയത്തെ ജനവിധി തന്നെ ആയിരിക്കുമെന്ന് പറയാം. ആലപ്പുഴ ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ ആലപ്പുഴയിൽ മുനിസിപ്പാലിറ്റി 2 വാർഡുകളിലേക്കായാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. 2 ഗ്രാമപഞ്ചായത്തുകളിലും തെരഞ്ഞെടുപ്പ് നടന്നു. നിലവിൽ ഈ മുനിസിപ്പാലിറ്റികളിൽ ഒരു സ്ഥലത്ത് LDFും ഒരു സ്ഥലത്ത് UDFുമാണ് ഭരണം നടത്തുന്നത്. ഇതിലേതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമോ എന്നും ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി തന്നെയാണ് ഇത്. 2 ഗ്രാമപഞ്ചായത്തുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 ഗ്രാമപഞ്ചായത്തുകളിലും നിലവിൽ LDF തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിലെ 2 ഗ്രാമപഞ്ചായത്തുകളിലായാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 2 ഗ്രാമപഞ്ചായത്തുകളിലും നിലവിൽ LDF തന്നെയാണ് ഭരണം നടത്തുന്നത്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നിർണായകമാവുക ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒഞ്ചിയത്തെ വിധി തന്നെയായിരിക്കും. രാഷ്ട്രീയ നേതാക്കളടക്കം എല്ലാവരും ഉറ്റുനോക്കുന്നതും ഇവിടുത്തെ വിധി തന്നെയായിരിക്കും. ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 11 മണിയോടുകൂടി തന്നെ ആരൊക്കെയാണ് വിജയികൾ എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇത്തവണ മികച്ച പോളിംഗ് തന്നെയാണ് ഉണ്ടായിരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വോട്ടെണ്ണൽ 10 മണി മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളാണ് VR കാർത്തിക്കും വിനീതയും നൽകിയത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസിലെ റെജി മുക്കാടിനെ തെരഞ്ഞെടുത്തു. മുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ അഗസ്തി അഴകത്ത് രാജിവെച്ചതിനെ തുടർന്നാണ് റെജി മുക്കാട് തെരഞ്ഞെടുക്കപ്പെട്ടത്. UDF ഭരിക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിന് 5, കേരള കോൺഗ്രസ് എമ്മിന് 3, ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉൾപ്പെടുന്ന ഇടതുപക്ഷത്തിന് 5 എന്നിങ്ങനെയാണ് കക്ഷിനില. VA ജോർജ് വട്ടപ്പാറയാണ് റെജി മുക്കാടിനെതിരെ മത്സരിച്ചത്. പഴയേരിക്കണ്ടം ഡിവിഷനിലെ ഇടതംഗം ടോമി ജോസഫിന് എത്താൻ കഴിയാത്തതിനാൽ ഇടത് സ്ഥാനാർത്ഥിക്ക് 4 വോട്ടുകളാണ് ലഭിച്ചത്. 4-നെതിരെ 8 വോട്ടുകൾ നേടി റെജി മുക്കാട് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ടൂറിസത്തിന്റെ വികസനം കൊണ്ട് തന്നെ അതിനൊക്കെ പരിഹാരമാവുകയുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വലിയ ടൂറിസം പദ്ധതികൾ ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഒക്കെ സഹായത്തോടെ MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായത്തോടെ ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടെ MP-മാരുടെ സഹായത്തോടെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ഡെപ്യൂട്ടി കളക്ടർ J. നബീസ മുഖ്യ വരണാധികാരിയായിരുന്നു. തുടർന്ന് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ടിൻഡു സുഭാഷിനെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾക്ക് BDO PP ഗോപാലകൃഷ്ണൻ മേൽനോട്ടം വഹിച്ചു. ന്യൂസ് 18 ഇടുക്കി. തെരഞ്ഞെടുപ്പ് വിളിപ്പാടകലെ നിൽക്കുമ്പോൾ പരപ്പനങ്ങാടിയിൽ മുൻപ് ശിലാസ്ഥാപനം നടത്തിയ ഹാർബറിന് വീണ്ടും ശിലയിടുന്നു. ഈ മാസം 20-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഹാർബറിന്റെ ശിലാസ്ഥാപനം നടത്തുക. 2016-ൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയിരുന്നു. മലപ്പുറം ജില്ലയിലെ തീരദേശ നിവാസികളുടെ ദീർഘകാല ആവശ്യമാണ് പരപ്പനങ്ങാടി ഹാർബർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിലാസ്ഥാപനം നടത്തിയെങ്കിലും പിന്നീട് ഒന്നും നടന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഹസനം എന്ന LDF പ്രചാരണം തിരൂരങ്ങാടി മണ്ഡലത്തിൽ UDFന് പ്രതിസന്ധിയുമുണ്ടാക്കി. PK അബ്ദുറബ് ജയിച്ചത് കേവലം 6000-ഓളം വോട്ടുകൾക്ക്. ഹാർബർ മുൻനിർത്തിയുള്ള LDF പ്രചാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു തലത്തിലെത്തുകയാണ്. ബജറ്റിൽ കിഫ്ബി വഴി 133 കോടി രൂപയാണ് ഹാർബർ നിർമ്മാണത്തിന് തോമസ് ഐസക് മാറ്റിവെച്ചത്. ഇതിനു പിന്നാലെയാണ് ശിലാസ്ഥാപനം. മുൻപ് UDF നടത്തിയത് വെറും പ്രഖ്യാപനങ്ങളാണെന്നും പദ്ധതിക്ക് ജീവൻ വെച്ചത് ഇപ്പോഴാണെന്നുമാണ് LDFന്റെ അവകാശവാദം. ബഡ്ജറ്റ് വേളകൾ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബഡ്ജറ്റിൽ ഇതേവരെ ഒരു രൂപ അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടില്ല. ക്ലോസ് ചെയ്താണ് കിഫ്ബി. അതിൽ നിന്നാണ് വീണ്ടും ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പണം ഫിനാൻസ് മിനിസ്റ്റർ അനുവദിക്കുന്നത്. അങ്ങനെയാണ് ഈ ഹാർബർ വരുന്നത്. ഇതിന്റെ പുതിർത്തൊന്നും ആരും ഏറ്റെടുക്കാൻ വരേണ്ട ആവശ്യമില്ല. സ്ഥലം MLA PK അബ്ദുറബിന്റെ പ്രതികരണം ഇങ്ങനെ: ഇപ്പോഴേ അംഗീകരിക്കപ്പെട്ടുള്ളൂ, ഒരുപാട് കാലതാമസം വന്നു. സാങ്കേതികമായ തീരുമാനം എപ്പോൾ ഫൈനലാവുന്നുവോ അപ്പം നമുക്കിതിന് ഭരണാനുമതി കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് നേരത്തെ തന്നെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ വന്ന ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ബഡ്ജറ്റ്. ഹാർബറിന്റെ സ്ഥാനം സംബന്ധിച്ച് ഉണ്ടായിരുന്ന തർക്കം ഇപ്പോഴാണ് പരിഹരിച്ചത്. UDF സർക്കാർ നിശ്ചയിച്ച സ്ഥലത്തല്ല പുതിയ നിർമ്മാണം നടക്കുക. മാറിയ സാഹചര്യത്തിൽ പരപ്പനങ്ങാടി ഹാർബറിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കവും പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ന്യൂസ് 18 മലപ്പുറം. കേരള ബാങ്കിൽ ലയിക്കുന്നത് സംബന്ധിച്ച് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം. ലയനം വേണ്ടെന്ന UDF സഹകാരികളുടെ തീരുമാനത്തിനെതിരെ ജീവനക്കാരുടെ സംഘടന രംഗത്തെത്തി. അന്തിമ തീരുമാനത്തിനായി ബാങ്കിന്റെ നിർണായക ജനറൽ ബോഡി നാളെ മലപ്പുറത്ത് ചേരും. ശനിയാഴ്ച ചേരുന്ന 131-അംഗ ജനറൽ ബോഡിയാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ ലയിക്കുന്ന കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കുക. നിലവിൽ UDFന് 99-ഉം LDFന് 30-ഉം BJPക്ക് ഒരംഗവുമാണുള്ളത്. കേരള ബാങ്കുമായി സഹകരിക്കേണ്ടെന്ന നിലപാടിലാണ് UDF.
സംസ്ഥാനത്തെ 14 ജില്ലാ ബാങ്കുകളിൽ UDFന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളത് മലപ്പുറത്താണ്. ലയിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കാനാകുമെന്നതാണ് ആത്മവിശ്വാസം. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് അതിൻ്റെ സ്വന്തം കാലിൽ നിൽക്കുന്ന സഹകരണ ബാങ്കാണ്. അതേ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കെൽപ്പ് ഈ ബാങ്കിനുണ്ട്. അതിന് റിസർവ് ബാങ്കിൻ്റെ ലൈസൻസ് ഉണ്ട്. അത് ക്യാൻസൽ ചെയ്യാൻ അവർക്ക് സാധിക്കില്ലല്ലോ. റിസർവ് ബാങ്കിൻ്റെ ലൈസൻസ് ഉള്ളിടത്തോളം കാലം ജില്ലാ സഹകരണ ബാങ്കിന് ഒറ്റയ്ക്ക് ഈ ജില്ലയിൽ സക്സസ്ഫുള്ളായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ പൂർണ്ണ വിശ്വാസം. കേരള ബാങ്ക് വന്നാലും വന്നില്ലെങ്കിലും ലയനവിരുദ്ധ നീക്കം തിരിച്ചടിയാകുമെന്ന നിലപാടിലാണ് ജീവനക്കാർ. കേരള ബാങ്ക് യാഥാർത്ഥ്യമാകുന്നതോടെ പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ നിക്ഷേപം ജില്ലാ ബാങ്കിന് നഷ്ടമാകും. ഇതിനകത്ത് ഇവിടെ ബഹുഭൂരിപക്ഷമുള്ള യുഡിഎഫിന്റെ നേതൃത്വത്തെയൊക്കെ ഞങ്ങൾ ഈ ഗൗരവാവസ്ഥ അറിയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അവരും ഇത് ബോധവാന്മാരാണ്. പക്ഷേ അവര് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ മറ്റു ജില്ലകളിൽ എന്ന പോലെ ഇവിടെയും തീരുമാനമെടുത്തു പോകുന്നു. മറ്റു ജില്ലകളിൽ ഇത്തരം ഒരു ഗൗരവമായ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് മലപ്പുറത്ത് അത് ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ അപകടകരമായ സ്ഥിതിയാണ്. ലയിക്കുന്നതോടെ ബാങ്കിന്മേലുള്ള രാഷ്ട്രീയ നിയന്ത്രണം നഷ്ടമാകുമെന്നതാണ് UDFന്റെ പ്രധാന ആശങ്ക. കേരള ബാങ്കിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ കേസിലാണ് UDFന് പ്രതീക്ഷ. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഇടുക്കി കാന്തല്ലൂർ കീഴാന്തൂരിലെ ജനങ്ങൾ കാട്ടാന ഭീതിയിൽ. ഏക്കറുകണക്കിന് കൃഷിയിടമാണ് 25ഓളം വരുന്ന കാട്ടാനക്കൂട്ടം ഒറ്റരാത്രി കൊണ്ട് നശിപ്പിച്ചത്. ആടിവയലിലാറ് കാട്ടാനകൾ കൂട്ടമായി എത്തി നാശം വിതച്ചത്. 25ഓളം കാട്ടാനകളാണ് കഴിഞ്ഞ രാത്രിയിൽ ആടിവയലിൽ എത്തിയത്. കാന്തല്ലൂർ നിവാസികളുടെ ഏക്കർ കണക്കിന് കൃഷിവിളകളാണ് ഒറ്റരാത്രി കൊണ്ട് നശിപ്പിച്ചത്. പകൽ സമയത്തും കൃഷിയിടത്തിനടുത്തുമുള്ള ഗ്രാൻഡീസ് തോട്ടത്തിനുള്ളിൽ നിലയുറപ്പിച്ച ആനകളെ പ്രദേശവാസികൾ പണിപ്പെട്ട് വനാതിർത്തിയിലേക്ക് തുരത്തിയോടിച്ചു. വരൾച്ചയും വിലയിടവും ഏറെ പ്രതിസന്ധിയിലാക്കിയ കാന്തല്ലൂരിലെ കർഷകർക്ക് കാട്ടാന ശല്യം ഇരട്ടി ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. വന്യമൃഗം ഉണ്ടാകാതിരിക്കാനുള്ള ഏർപ്പാട് ഫോറസ്റ്റ് ഭാഗത്തിലെയും ഗവൺമെന്റ് ഭാഗത്തിലെയും ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇവിടെ ഈ കാന്തല്ലൂർ മേഖലയിൽ ഒരു പച്ചക്കറിത്തോട്ടങ്ങളോ ഒരു വാഴകൃഷിയോ ഒരു കർഷകനും കാണത്തില്ല. കൂട്ടമാണ് வந்து പൂര നശിപ്പിച്ചു പോയച്ച്. 4 മാസം 3 മാസം കഷ്ടപ്പെട്ട ഒരു രാത്രി வந்து പൂരെല്ലാം അടിച്ചു പോയിച്ച്. 4 മാസം മുമ്പ് പ്രദേശത്ത് കാട്ടാനക്കൂട്ടമെത്തി വ്യാപകമായി കൃഷിനാശം വരുത്തിയിരുന്നു. ഇതേ തുടർന്ന് രാത്രികാലങ്ങളിൽ മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ തീ കൂട്ടി കാവലിരുന്നാണ് നാട്ടുകാർ ആനകളെ ഓടിച്ചിരുന്നത്. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കർഷകർ. ന്യൂസ് 18 കാന്തല്ലൂർ. പൊങ്കാല പുണ്യം. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം നഗരം. ഉത്സവം ആരംഭിച്ചതോടെ ക്ഷേത്രത്തിലും തിരക്കേറി. ഗ്രീൻ പ്രോട്ടോകോളിന്റെ പ്രചരണാർത്ഥം കോളേജ് വിദ്യാർത്ഥിനികളെ പങ്കെടുപ്പിച്ച് തിരുവനന്തപുരം നഗരസഭ ഹരിതമതിൽ സംഘടിപ്പിക്കും. ക്ഷേത്രവും നഗരവും ഉത്സവലഹരിയിലാണ്. കുത്തിയുടെ ബാലന്മാർ കൂടി എത്തിയതോടെ ക്ഷേത്രത്തിൽ തിരക്കേറി. പൂർണ്ണമായി ഗ്രീൻ പ്രോട്ടോകോളിൽ തന്നെയാണ് ഇത്തവണയും ഉത്സവം. ഇത് പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ ഉത്സവ മേഖലയിൽ 500ഓളം ഗ്രീൻ ആർമി വോളണ്ടിയർമാരെ നിയോഗിക്കാനും നഗരസഭ തീരുമാനിച്ചു. ഭക്ഷണം, കുടിവെള്ളം എന്നിവ വിതരണം ചെയ്യുന്നവർക്ക് കർശന നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോറികളിലും വാഹനങ്ങളിലും ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുന്നവരടക്കം നിർബന്ധമായും ഫുഡ് സേഫ്റ്റിയുടെയും നഗരസഭയുടെയും രജിസ്ട്രേഷൻ കരസ്ഥമാക്കിയിരിക്കണം. പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ കൗണ്ടറുകളും നഗരസഭ ആരംഭിക്കും. പൊങ്കാലയ്ക്കുള്ള മൺപാത്രങ്ങളുടെ വിൽപ്പന നഗരത്തിൽ തുടങ്ങി. കച്ചവടം സുമാറാകും. എല്ലാ മൺപാത്രം, ഗ്ലാസ്, പാത്രം എല്ലാം ആയി. ഗ്രീൻ പ്രോട്ടോകോൾ പ്രചാരണങ്ങളുടെ ഭാഗമായി ഗ്രീൻ ആർമിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കോളേജ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഹരിത മതിൽ സംഘടിപ്പിക്കും. ഫെബ്രുവരി 20-നാണ് ആറ്റുകാൽ പൊങ്കാല. ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. കണ്ണൂരിൽ കെയർ ഹോം പദ്ധതി വഴി നിർമ്മിക്കുന്ന വീടിനായി ഒരു ദിവസത്തെ അധ്വാനം സംഭാവന ചെയ്ത് സഹകരണ വകുപ്പ് ജീവനക്കാർ. നടുവിൽ പഞ്ചായത്തിലെ മൈലംപെട്ടി ആദിവാസി കോളനിയിലെ വീട് നിർമ്മാണത്തിനായാണ് ജീവനക്കാർ സഹായവുമായി എത്തിയത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 65ഓളം ജീവനക്കാരാണ് ശ്രമദാനത്തിൽ പങ്കാളികളായത്. ജില്ലാ രജിസ്ട്രാർ മുതൽ ഓഫീസ് ജീവനക്കാർ വരെ എംസാൻഡും മെറ്റലും ചുമക്കാൻ ഒരേ മനസ്സോടെ ഇറങ്ങി. റോഡിൽ നിന്നും 300 മീറ്റർ അകലെയുള്ള സ്ഥലത്തേക്ക് നിർമ്മാണ സാമഗ്രികൾ തലച്ചുമട എത്തിക്കുക എന്നത് ഏറെ ശ്രമകരമായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു. രാവിലെ തുടങ്ങിയ അധ്വാനം വൈകുവോളം നീണ്ടു. പ്രളയ ദുരിതബാധിതർക്ക് സഹായമായാണ് സഹകരണ വകുപ്പ് കെയർ ഹോം പദ്ധതി നടപ്പിലാക്കുന്നത്. നടുവിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് മൈലാംപെട്ടി കോളനിയിലെ വീട് നിർമ്മാണം. ഇതിനായി സഹകരണ വകുപ്പ് 4 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. കണ്ണൂർ ജില്ലയിൽ 20ഓളം വീടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. മാർച്ച് മാസത്തോടെ മുഴുവൻ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സഹകരണ വകുപ്പ്. ന്യൂസ് 18 കണ്ണൂർ. ഇടുക്കിയിൽ തോട്ടം തൊഴിലാളികൾക്കായി വീടൊരുങ്ങുന്നു. കുറ്റിയാർ വാലിയിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ ശിലാസ്ഥാപനം മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിച്ചു. ആദ്യത്തെ 100 വീടുകൾ ദേവികുളത്താണ് നിർമ്മിക്കുന്നത്.
തോട്ടം തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട താമസ സൗകര്യം ഒരുക്കുന്നതിനായി തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഭവനം ഫൗണ്ടേഷനാണ് ഭവനം പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നത്. സർക്കാർ അംഗീകൃത ഏജൻസിയായ ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല. 4.88 ലക്ഷം രൂപ ചെലവിൽ 400 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിച്ചു നൽകുക. ആദ്യഘട്ടത്തിൽ ദേവികുളത്തെ KDH വില്ലേജിൽ 100 വീടുകൾ നിർമ്മിക്കും. തുടർന്ന് സംസ്ഥാനത്തെ മുഴുവൻ തോട്ടം മേഖലയിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി TP രാമകൃഷ്ണൻ കുറ്റിയാർ വാലിയിൽ നിർവഹിച്ചു. ഈ ഗവൺമെന്റ് കാലത്ത് തന്നെ സ്വന്തമായി വീടും സ്ഥലവുമില്ലാത്ത തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കും തോട്ടം തൊഴിലാളികൾക്കും വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിന്റെ അനുബന്ധമായി നടപ്പിലാക്കാൻ പോകുന്നുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. രാജകുമാരി മൗണ്ട് ഫോർട്ട് സ്കൂൾ നടപ്പിലാക്കുന്ന നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ആദ്യ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. പ്രളയത്തിൽ തകർന്ന ഹൈറേഞ്ചിന് കൈത്താങ്ങായവരാണ് ഇടുക്കി രാജകുമാരി മൗണ്ട് ഫോർട്ട് വാലി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. തകർന്ന വീടുകൾ പണം മുടക്കി വാസയോഗ്യമാക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇവർ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. രാജാക്കാട്, രാജകുമാരി, സേനാപതി തുടങ്ങിയ പഞ്ചായത്തുകളിലെ തികച്ചും നിർധനരായ കുടുംബങ്ങൾക്കാണ് വീട് വെച്ച് നൽകുന്നത്. വേണ്ട രേഖകളില്ലാത്തതിനാൽ സർക്കാർ പദ്ധതികളിൽ നിന്നും പുറത്തായവർക്കാണ് പദ്ധതിയിൽ മുൻഗണന. ഒരു പുതിയ വീടെന്ന സ്വപ്നം ഈ ഒരു കുടുംബത്തിന് മിസ്റ്റർ മാത്യൂസും അവരുടെ ഫാമിലിക്കും സഫലീകരിക്കാൻ ഉള്ള തറക്കല്ലിടലിൻ്റെ പ്രോഗ്രാമാണ് നടക്കുന്നത്. പദ്ധതിയിൽ വീട് ലഭിച്ച രാജാക്കാട് മുല്ലക്കനം സ്വദേശി കൊല്ലംപറമ്പിൽ മാത്യു തോമസിന്റെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മവും നടന്നു. രാജാക്കാട് ക്രിസ്തുരാജ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ആനന്ദ് പള്ളിവാതുക്കൽ, PTA പ്രസിഡന്റ് ജെയിംസ് തെങ്ങൻകുടി, അധ്യാപകർ, രക്ഷകർത്താക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 രാജകുമാരി. വയോജനങ്ങൾക്ക് സൗജന്യ വിനോദയാത്രയൊരുക്കി മലപ്പുറം കീഴുപറമ്പ് കുനിയിൽ കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി. 60 വയസ്സ് കഴിഞ്ഞ 54 പേർ കടലും പ്ലാനറ്റോറിയവുമെല്ലാം കണ്ടതിന്റെ സന്തോഷത്തിലാണ്. പ്രായമായ സ്ത്രീകൾക്ക് കൂടി യാത്രയൊരുക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. കടലും പ്ലാനറ്റോറിയവും ബൊട്ടാണിക്കൽ ഗാർഡനുമെല്ലാം കണ്ടപ്പോൾ അസുഖവും പ്രായത്തിന്റെ അവശതകളുമൊക്കെ ഇവർ മറന്നു. 60 കഴിഞ്ഞ പുരുഷന്മാർക്കാണ് കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി സൗജന്യ വിനോദസഞ്ചാര യാത്ര ഒരുക്കിയത്. രാവിലെ ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് കണ്ടാണ് യാത്ര തുടങ്ങിയത്. തുടർന്ന് ബോട്ടാണിക്കൽ ഗാർഡൻ, കോഴിക്കോട് ബേപ്പൂർ ബീച്ച്, പ്ലാനറ്റോറിയം, കോഴിക്കോട്ടെ പ്രമുഖ മാളുകളെല്ലാം കണ്ടു. കാഴ്ചകൾക്കുമപ്പുറം പഴയ കൂട്ടുകാർക്കൊപ്പമുള്ള യാത്ര ഏറെ ആസ്വദിച്ച സന്തോഷത്തിലായിരുന്നു പലരും. ഈ ചെറുപ്പക്കാരുടെ സഹായവും പ്രവർത്തനവും ഫലമായി ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു സന്തോഷകരമായ യാത്ര നടക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളാരും ഇത്ര ഒരുമിച്ച് കുനിയിൽ പ്രദേശത്തുള്ള ആളുകൾ ആരും തന്നെ ഇങ്ങനെ ഒരു യാത്ര ഞങ്ങൾ പോയിട്ടില്ല. വളരെ സന്തോഷത്തിലാണ് ഈ യാത്ര. ഞങ്ങളിപ്പം വയസ്സായ മനുഷ്യന്മാരെയൊന്നും ആരും കൊണ്ടുവരില്ലല്ലോ. അതിപ്പോൾ കുട്ടികളാണല്ലോ നമ്മളെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ യാത്രയിൽ വളരെ സന്തോഷമാണ്. സഹായവുമായി കനിവ് വളണ്ടിയർമാരും ഒപ്പമുണ്ടായിരുന്നു. നമ്മുടെ പ്രദേശത്തുള്ള പ്രായം ചെന്ന മുഴുവൻ ആളുകളെയും നമുക്കൊന്ന് കൊണ്ടുപോകണമെന്നുള്ള ഒരു ചർച്ച ഞങ്ങൾ കനിവിൻ്റെ യോഗത്തിൽ നടത്തുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രദേശത്തുള്ള ഇതിന് സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ താല്പര്യമെടുക്കുകയും വാഹനം ഒരുക്കി തീർന്ന ആളുകൾ എല്ലാവരും വളരെ താല്പര്യപൂർവ്വം അത് ഏറ്റെടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചു കൊണ്ടുത്തരുള്ളൊരു യാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ പ്രായമായ സ്ത്രീകൾക്കും സൗജന്യ വിനോദയാത്ര നടത്താനുള്ള ആലോചനയിലാണ് സംഘാടകർ. ന്യൂസ് 18 മലപ്പുറം. വായ്പയുടെ പേരിൽ കർഷകരെ സമ്മർദ്ദത്തിലാക്കിയാൽ ആ ബാങ്കുകളുമായുള്ള ഇടപാടുകൾ നിർത്തിവെക്കുമെന്ന് മന്ത്രി സുനിൽകുമാർ. ഇടുക്കി ജില്ലാ കാർഷിക മേള തളിര് 2019 ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. കാർഷികേതര വായ്പകളാണ് ഇടുക്കിയിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നതെന്ന് മന്ത്രി VS സുനിൽകുമാർ. വായ്പകളുടെ പേരിൽ കർഷകരെ സമ്മർദ്ദത്തിലാക്കുന്ന ബാങ്കുകളുമായുള്ള ബന്ധം കൃഷിവകുപ്പ് അവസാനിപ്പിക്കാൻ നിർബന്ധിതമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇടുക്കി, വയനാട് പോലെയുള്ള ജില്ലകളിൽ കർഷകർ വലിയ മാനസിക സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോൾ അവരുടെ മേൽ ഇത്തരത്തിൽ കാർഷിക ലോണാണെങ്കിൽ പോലും അവരുടെ മേൽ ജപ്തി നോട്ടീസുകൾ അയക്കുന്നത് തൽക്കാലം നിർത്തിവെച്ചാൽ മതിയാവും. കർഷകർക്ക് നേരെ അനാവശ്യമായ രീതിയിൽ ഇത്തരം സന്ദർഭത്തിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന ഒരു ബാങ്കുമായിട്ടും കൃഷി ഡിപ്പാർട്ട്മെന്റ് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ സഹകരിക്കുകയില്ല എന്ന കാര്യം കൂടി കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രളയം തകർത്ത ഇടുക്കിയുടെ കാർഷിക മേഖലയ്ക്ക് കരുത്ത് പകരാൻ ലക്ഷ്യമിട്ടാണ് കൃഷി വകുപ്പിന്റെയും ആത്മ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ കാർഷിക മേള സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു.
മന്ത്രി എം മണി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ജില്ലയുടെ കാർഷിക മേഖലയ്ക്ക് പുതിയ ചലനമുണ്ടാക്കാനും കൃഷിക്കാരന് ആത്മവിശ്വാസം പകരാനും കാർഷിക മേള സഹായിക്കുമെന്ന് മന്ത്രി എം മണി. ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു, സംഘാടക സമിതി ചെയർമാൻ CA ഏലിയാസ്, ആത്മ പ്രോജക്ട് ഡയറക്ടർ കെ മീന, ഇടുക്കി കൃഷി ഓഫീസർ ആൻസി ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രദർശനശാലകളും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്ന് സ്കൂളിൽ ജൈവ വൈവിധ്യ ഉദ്യാനം നിർമ്മിച്ച് വിദ്യാർത്ഥികൾ. ഇടുക്കി സേനാപതി മാർ ബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കാവുകളെ ഓർമ്മിപ്പിക്കും വിധം വിദ്യാർത്ഥികൾ ജൈവ വൈവിധ്യ ഉദ്യാനം ഒരുക്കിയത്. കാവു തീണ്ടലിലെ മക്കളെ കുളം വെറ്റും എന്ന പഴമൊഴി ഏറ്റെടുത്താണ് സേനാപതി സ്കൂളിന്റെ പ്രവർത്തനം. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് സ്കൂളിന്റെ സമീപത്ത് തരിശായി കിടന്ന സ്ഥലത്ത് കർപ്പൂരമരവും ഇലഞ്ഞിയും നീലക്കൊടുവേലിയും ആടലോടകവും ഒക്കെ നട്ട് ഉദ്യാനമുണ്ടാക്കിയത്. 2005 ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇന്നും ഭംഗിയായി മുന്നോട്ടു പോകുന്നു. കേരളത്തിലെ പ്രധാന ആയുർവേദശാലകളിൽ നിന്നും ഔഷധച്ചെടികളുടെയും മരങ്ങളുടെയും തൈകൾ എത്തിച്ച് നട്ട് പരിപാലിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് ഈ പ്രദേശം അപൂർവങ്ങളായ സസ്യലതാദികൾ നിറഞ്ഞ സ്വാഭാവിക വനമായി പരിണമിച്ചു. 350-ൽ പരം ഔഷധവൃക്ഷങ്ങളും സസ്യങ്ങളും ഈ ഉദ്യാനത്തിൽ വളരുന്നുണ്ട്. സ്വാഭാവികമായി നിൽക്കുന്ന മരങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇല്ലാത്ത അപൂർവ ഇനം വൃക്ഷങ്ങൾ കൂടി വെച്ചുപിടിപ്പിക്കുകയാണ് ചെയ്തത്. സ്വാഭാവിക വനമേഖലയായതോടെ ജീവജാലങ്ങളുടെ ആവാസ മേഖലയായി ഇവിടം മാറി. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു.